മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങളും ഒരിക്കലും തിരിച്ചു വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഭക്തരെ, നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും നിങ്ങളെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. സ്വയം പ്രചോദിപ്പിക്കുക. നിങ്ങളുടെ തെറ്റുകൾ മാത്രം കാണുന്ന ആളുകളെ ശ്രദ്ധിക്കരുത്. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്ക് തിരികെ നൽകുന്നില്ല എങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങളോട് അസൂയ ഉള്ളവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളെ വില കുറച്ച് കാണിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും പരിഹസിക്കുകയും കുറ്റങ്ങൾ പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള സ്വാർത്ഥതയാണിത്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭക്തരെ, നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നിങ്ങൾ വളരുന്നില്ല. വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നിങ്ങൾ വളരുന്നത്. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിലും അതുമൂലം മനസ്സിൽ ഉണ്ടാകുന്ന വേദന ആഴമേറിയതായിരിക്കും. ഭക്തരെ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. എത്ര പ്രയാസകരമായ ജീവിതമായാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ഇപ്പോഴും നിങ്ങളിൽ ഉണ്ട്. അത് കണ്ടെത്തുമ്പോൾ പ്രയാസങ്ങൾ മാഞ്ഞ് ഇല്ലാതാകുന്നു. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. മാന്യമായി ജീവിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.